ഞാവൽപ്പഴം ഇന്നത്തെ തലമുറയ്ക്ക് വലിയ പരിചയമില്ലാത്തതാണ്. ഫൈബറിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തിരുത്തി തരട്ടെ. അല്ലെങ്കിൽ ഞാവൽ മരത്തിന് കീഴിൽ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഞാവൽ പഴങ്ങൾ ഞാൻ ഉൾപ്പെടെ കുട്ടിക്കാലത്ത് ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ട്. ചില ആളുകളിൽ പ്രോട്ടീൻ എടുക്കുന്ന സമയത്ത് ഗ്യാസിന്റെ ഇഷ്യൂസ്, ബ്ലോട്ടിംഗ് ഒക്കെ വരാറ്. ഇന്നും നമ്മൾ പല വഴിയരികളിലും ഞാവൽ പഴം വിൽക്കാൻ വെച്ചിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ കിട്ടുന്നത് കളയരുത്, അതിന്റെ കുരു അടക്കം കഴിക്കും. ഈ ഗംസ് എന്ന് പറയുന്നത് മരത്തുനിന്നോ അല്ലെങ്കിൽ സീഡ്സ് നിന്നോ ഉണ്ടാക്കുന്നതാണ്. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്, ഞാൻ പോലും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പറഞ്ഞാൽ സോയബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവുന്നതും ഇൻസോയബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവാത്തതുമാണ്. അങ്ങനെയല്ല. സോയബിൾ ഫൈബർ ആയാലും ഇൻസോയബിൾ ഫൈബർ ആയാലും നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഇല്ല. പിന്നെ സോയബിൾ ഫൈബർ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അതിന്റെ കാരണം നമ്മുടെ ശരീരത്തിന്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ആ വഴിക്ക് നമുക്ക് പ്രമേഹം കൺട്രോളിൽ കൊണ്ടുവരുന്നതിന്, ടൈപ്പ് 2 പ്രമേഹ രോഗ സാധ്യതയെ ഇല്ലാതാക്കുന്നതിന്, അമിതവണ്ണം കുറയ്ക്കുന്നതിന്, കൊളസ്ട്രോൾ ടെൻഡൻസി ആ വഴിക്ക് കുറയ്ക്കുന്നതിനെല്ലാം തന്നെ ഈ ഞാവൽപ്പഴം കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് കിട്ടിയാൽ ഞാവൽപ്പഴം കളയരുത്. ഇത് മാത്രമല്ല ഞാവൽപ്പഴത്തിന്റെ ഗുണം, ഇതിനകത്തുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെ, നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു. ചുമ്മാരെല്ലാം കൂടെ ഭ്രാന്ത് പിടിപ്പിക്കും മനുഷ്യന്. ഒരുത്തം പറഞ്ഞ കഴിക്കാൻ പറഞ്ഞു, ഒരുത്തം പറഞ്ഞ കഴിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് എന്തുവാണ് ഇത്? മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാനും പറ്റത്തില്ല. പച്ചവെള്ളം കുടിച്ചാൽ മതിയാവോ? നിനക്ക് സമാധാനമാവോ? ഡോക്ടർ പറഞ്ഞു കഴിക്കാൻ, മറ്റവൻ പറഞ്ഞു കഴിക്കണ്ടെന്ന്. നിങ്ങൾ പഴയ കാലത്ത് എങ്ങനെ ജീവിച്ചു അതുപോലെ ജീവിക്കാൻ നോക്കുക. ഇവന്മാരൊക്കെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ മണ്ണിനടി പോത്തുള്ളൂ.